ഒരു റിയലി സൂപ്പർ മൂവിയാണ്. വളരെ പ്രസക്തമായൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണിത്. കാലത്തിനനുസൃതമായ സന്ദേശം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജെ.സി. ഡാനിയൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ ചലച്ചിത്രം മൂത്താശാരി തിയേറ്ററിലെത്തി. പെരിന്തൽമണ്ണയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ വേണുഗോപാൽ നിർമ്മിച്ച് സുരേഷ് ഇരിങ്ങല്ലൂർ സംവിധാനം ചെയ്ത ചിത്രം പെരിന്തൽമണ്ണയിൽ വിസ്മയ സിനിമാസിലാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ഡോക്ടർ വേണുഗോപാലിന്റെ അഭിനയ മികവാണ് മൂത്താശാരിയെ വേറിട്ടതാക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി കപൂർ ഫിലിംസിന്റെ ബാനറിൽ പെരിന്തൽമണ്ണയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ വേണുഗോപാൽ നിർമ്മിച്ച് സുരേഷ് ഇരിങ്ങല്ലൂർ സംവിധാനം ചെയ്ത മൂത്താശാരി എന്ന ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഒട്ടേറെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ഡോക്ടർ വേണുഗോപാലിന്റെ അഭിനയ മികവാണ് ചിത്രത്തെ വേറിട്ട് നിർത്തുന്നത്. മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ജെ.സി. ഡാനിയൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മൂത്താശാരി പെരിന്തൽമണ്ണ വിസ്മയ സിനിമാസിലാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. കലാസാംസ്കാരിക രംഗത്ത് പെരിന്തൽമണ്ണയിൽ നിറസാന്നിധ്യമായ ഡോക്ടർ വേണുഗോപാലിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച വേഷമാണ് മൂത്താശാരിയിലേത്. മനുഷ്യരുടെ ശരീരത്തിലുള്ള ചോര ഒഴുകുന്നത് ഞരമ്പുകൾ കൂടെയല്ലേ, അതുപോലെ ഭൂമിക്കുണ്ട് നാടി ഞരമ്പുകൾ. പാറയ്ക്ക് വേണ്ടി മല തുരന്ന് തുരന്ന് കുറിഞ്ഞിമല പാതാളായി. കാലങ്ങളായി ഞങ്ങളെ എച്ചിൽ നിന്നിട്ട് ഞങ്ങളെ ചതിച്ച് ജീവിച്ചില്ലേ. ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്ക് വേണ്ടി നിനക്കൊരു കളവ് പറയാമോ? പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ചിത്രം നിറഞ്ഞ മനസ്സോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. മൂത്താശാരിയുടെ കഥ തന്നെ വളരെയധികം ആകർഷിപ്പിച്ചതായും ചിത്രം സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടാണ് പ്രധാന വേഷം ചെയ്തിരിക്കുന്നതെന്നും ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു. ജെ.സി. ഡാനിയൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് അണിയറ പ്രവർത്തകർക്കുള്ള വലിയ അംഗീകാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സിനിമയിലെ ആശയം എന്താണ്? സിനിമ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഒന്ന്, ഈ ആശാരി എന്ന് പറയുന്ന ആള് ഒരു കുന്ന് സംരക്ഷിക്കാൻ വേണ്ടി പെടുന്ന പാടുകളാണ്, ബുദ്ധിമുട്ടുകളാണ് അതിൽ ചിത്രീകരിക്കുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇതുപോലെയുള്ള കുന്നുകൾ സംരക്ഷിക്കണം, പ്രകൃതി സംരക്ഷിക്കണം എന്നുള്ളൊരാശയം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാനമായിട്ട് വേഷം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഇതിൽ വലിയ പേര് കേട്ടിൽ വലിയ ആൾക്കാരൊന്നുമില്ല. അതിൽ ആശാരി ഞാനാണ് ചെയ്യണത്. പിന്നെ ചെയ്യുന്നത് ഈ സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളും അതുപോലെ സീരിയലിലൊക്കെ വേഷം ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ചുറ്റുമുള്ള കുറേ ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഈ സിനിമ നിർമ്മിക്കാൻ സാറിന് പ്രചോദനമായ ഘടകമാണ്? ഞാനും ഇതിൻ്റെ ഡയറക്ടർ സുരേഷായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതിന് ചിലവൊന്നുമില്ല, കാശാല സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ മൂത്താശാരി എന്നുള്ളൊരു ആശയം പറഞ്ഞു, വെള്ളം നോക്കാൻ പോകുന്ന ഒരാൾ. അപ്പോൾ ഞാൻ കഥ കേട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ അവസാനം ചെയ്യാൻ തോന്നി, ചെയ്തു, അത്രയേ ഉള്ളൂ. സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല, സാമ്പത്തിക ലാഭമല്ല, സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തു. സത്യമായിട്ട് പറഞ്ഞു, നഷ്ടം. ഇതുവരെ എനിക്ക് സമൂഹത്തിനൊരു വലിയ സന്ദേശം അല്ലെങ്കിൽ നല്ലൊരു ചിത്രം എടുക്കാൻ കഴിഞ്ഞ ഒരു ആത്മസംതൃപ്തി ഡോക്ടർ, അത് മാത്രമേ ബാക്കിയുള്ളൂ. തുറന്നു. അല്ല, അതിപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, കുട്ടികളെയൊക്കെ നോക്കുന്നതാണ്. പണ്ടത്തെ കാലം പോലെയല്ല. ഇന്നിപ്പോൾ ഡോക്ടർ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ടെൻഷനും റിസ്ക്കും ഒക്കെ ഉള്ള സമയമാണ്. പക്ഷേ എനിക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സംതൃപ്തി കിട്ടുന്നു. എൻ്റെ ജോലിയിൽ കൂടുതൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നത്. പിന്നെ ഡോക്ടർ ജോലി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഇപ്പോഴും ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് നിയർലി 59-60 ഇയേഴ്സ് വരെയായി. എനിക്കിപ്പോഴും ബുദ്ധിമുട്ടാണ്. ചില കേസ് വന്നാൽ എന്താണെന്ന് മനസ്സിലാവില്ല. നേരെ മറിച്ച് ഇതുപോലുള്ളൊരു ഈ മാധ്യമം, സിനിമ എന്നുള്ള മാധ്യമം എന്തെങ്കിലും ചെയ്താൽ ജനങ്ങളിലെത്തും. ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു മാധ്യമമാണ്. അപ്പോൾ നമ്മൾ അറിയപ്പെടും, നമ്മളെന്തെങ്കിലും ചെയ്താൽ അത് ജനങ്ങളിലെത്തും എന്നുള്ള ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ സമൂഹവും നാടും ഓർത്തിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന ഡോക്ടറുടെ ആഗ്രഹം. അതെ. നമുക്ക് ചെയ്യാൻ തോന്നിയത് ഇനി അധികം സമയമൊന്നുമില്ല, അപ്പോൾ ചെയ്യാൻ പറ്റണ സമയത്ത് ചെയ്യുക, അത് ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വല്ലതും ചെയ്യാന്നുള്ളൊരൊറ്റ തോന്നൽ മാത്രമാണ്. സിനിമ ആദ്യ പ്രദർശനമാണ്. സിനിമ അതിനു മുമ്പ് പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് പ്രിവ്യൂ കണ്ടിട്ട്? സിനിമ കണ്ടവർ തരക്കില്ലാത്ത അഭിപ്രായം പറഞ്ഞു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഇതൊരു മോഡേൺ, ഇന്നത്തെ കാലത്തെ സിനിമയല്ല. എനിക്കിപ്പോൾ ഇത്രയും വയസ്സായില്ലേ, അപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽക്കുള്ള കാര്യങ്ങളാണ് കാണിക്കണേ. അതനുസരിച്ചിട്ടാണ് ഇതിൽ കഥകളും നാട്ടിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണിത്.
നാടകങ്ങളും ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്ത് കലാരംഗത്ത് ശ്രദ്ധേയനായ സുരേഷ് ഇരിങ്ങല്ലൂരിന്റെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് മൂത്താശാരി. സുരേഷ് ഇരിങ്ങല്ലൂർ രചനയും സംവിധാനവും നിർമ്മിച്ച മൂത്താശാരി കൊടികുത്തിമലയിലും പെരിന്തൽമണ്ണ ഇരവിമംഗലത്തുമാണ് ചിത്രീകരിച്ചത്. പരിസ്ഥിതി സംരക്ഷണം എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണെന്നും ഇത്തരമൊരു വിഷയം സിനിമയാക്കുന്നതിന് എല്ലാ പിന്തുണയും നൽകിയ ഡോക്ടർ വേണുഗോപാലിന്റെ അഭിനയ മികവാണ് എടുത്തു പറയേണ്ടതെന്നും സംവിധായകൻ പറഞ്ഞു. ഇത്തരമൊരു വിഷയം സിനിമാ രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേണു സാറിൻ്റെ കൂടെ ഞാനൊരു 10-12 വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് പൊതുസ്ഥലത്ത് തുപ്പുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്ലീസ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി. കക്ഷി ചെയ്യുന്നതൊക്കെ സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാനുള്ള സന്ദേശം കൊടുക്കുന്ന വർക്കുകളായിരിക്കും. ഇന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് വികലാംഗനെ നായകനാക്കിയിട്ടൊരു ടെലിഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സബ്ജക്റ്റ് പറയുന്നത്. വെള്ളത്തെക്കുറിച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ആ സമയത്താണ് ഈ മൂത്താശ്ശേരിയുടെ സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊന്ന് നോക്കിയാലോ എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ചെറിയ സിനിമകൾക്ക് സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാറിൻ്റെ ധൈര്യം കൊണ്ട് നമ്മൾ ചെയ്യാന്നുള്ള, പിന്നെ സാറിന് അഭിനയിക്കാനൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പം നല്ലൊരു ക്യാരക്ടർ ചെയ്യാനുള്ളൊരു അവസരം ആയതുകൊണ്ട് എൻ്റെ ഭാഗ്യം. എന്നിട്ട് ലൊക്കേഷൻ കൊടികുത്തിമലയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ പെരിന്തൽമണ്ണ അടുത്തായിട്ട് ഒരു ആശേരിയുടെ പഴയൊരു തറവാടുണ്ട്. ശരിക്കും ആശേരി ഒരു 100 വർഷമായി പഴക്കമുള്ള മാവും കാവും ഒക്കെയുള്ള ഇതിന് പറ്റിയൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടി. അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. ഇതിൻ്റെ ഒരു വലിയൊരു ശക്തി ലൊക്കേഷനാണ്. കുറച്ച് സാവധാനത്തിലാണെങ്കിലും നല്ല പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇതിൻ്റെ സംഘാടകർ മാക്സിമം പ്രവർത്തിക്കുന്നുണ്ട്, എത്തുന്നു വിചാരിക്കുന്നു. പിന്നെ തിയേറ്റർ കഴിഞ്ഞാലും നമ്മൾക്ക് കുറച്ച് സങ്കേതങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിൽ ഇപ്പോൾ ചാനലുകളായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതി ദിനത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മളെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ളൊരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജെസി ഡാനിയൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം അത് വലിയൊരു നേട്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ആചാര്യനായ ഒരാളുടെ പേരിൽ ഒരു ചെറുതാണെങ്കിലും ഒരു അവാർഡ് ഇത് കിട്ടുക പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. കൃഷ്ണപോറ്റി, രജനി, സുചിത്ര, ജിതിൻ, ശിവശങ്കർ, ഗോവിന്ദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രമേയം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് സിനിമയിലൂടെ ലഭിക്കുന്നതെന്നും പ്രേക്ഷകർ പ്രതികരിച്ചു. ഒരു റിയലി സൂപ്പർ മൂവിയാണ്. വളരെ ഒരു സാധാരണ നിലവാരത്തിലൊരു മൂവി ആയിരിക്കും വെച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ പ്രതീക്ഷയുടെ വളരെ മുകളിൽ പോയിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാ തരത്തിലും പിന്നെ അഭിനയിച്ചവരും എല്ലാം കഥ ശരിക്കും ഒരു മൂല്യമുള്ള കഥയാണ്. ഒരു മെസ്സേജ് ഉണ്ട്. എല്ലാവരും കാണേണ്ട ഒരു ഫിലിമാണെന്ന് എനിക്ക് പറയാം. വളരെ പ്രസക്തമായൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണിത്. ഞങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നുള്ളത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വേണുവേട്ടനും പിന്നെ നമ്മുടെ സുരേഷിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ മെസ്സേജ് എല്ലാവരിലും എത്തട്ടെ. ഭൂമിയെ നശിപ്പിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും എല്ലാ മനുഷ്യർക്കും നല്ലൊരു സന്ദേശമാണ് ഈ ചിത്രം. നല്ല പടം അത്രയുള്ളൂ. നല്ല സന്ദേശം നടപ്പാകുമെന്ന് അറിയില്ല, പക്ഷെ നല്ല സന്ദേശം, കാലത്തിനനുസൃതമായ സന്ദേശം. നല്ല സിനിമ, നല്ല അഭിനയം. പൊതുസമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്ന ഫിലിമാണ്. എന്തുകൊണ്ടും കാലത്തിനനുസരിച്ചുള്ള സിനിമയാണ്. എല്ലാവരും കാണേണ്ടതായിട്ടുള്ള ഫിലിമാണ്. ചലച്ചിത്ര ലോകത്തേക്ക് ഇത്തരമൊരു ചിത്രത്തിലൂടെ കടന്നുവരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പ്രധാന വേഷം ചെയ്ത സുചിത്ര, ജിതിൻ പങ്കുവച്ചു. പ്രേക്ഷകർ സിനിമ സ്വീകരിച്ചത് അണിയറ പ്രവർത്തകർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. പെരിന്തൽമണ്ണക്കാരി എന്ന നിലയിൽ ഡോക്ടർ വേണുഗോപാലിനൊപ്പം മൂത്താശാരിയിൽ മികച്ച വേഷം ചെയ്യാനായി. കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ ചിത്രം സഹായകരമാകുമെന്ന പ്രതീക്ഷയും സുചിത്ര, ജിതിൻ പങ്കുവച്ചു. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. എനിക്ക് ഡോക്ടർ വേണുഗോപാൽ സാറിൻ്റെ ആ വഴിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തിയത്. പിന്നെ ഓഡീഷനൊക്കെ വന്നപ്പം സുരേഷ് സാറൊക്കെ നല്ല ഹെൽപ്പായിരുന്നു. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്ന രീതിയിലുള്ള ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ജീവജാലങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന്റെ പ്രാധാന്യവും ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ചേരുവകളില്ലെങ്കിലും ചിത്രം നൽകുന്ന സന്ദേശം പ്രേക്ഷകരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ടുതന്നെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് മൂത്താശാരിയെ സ്വീകരിച്ചത്. ചാനൽ ടൺ, പെരിന്തൽമണ്ണ.